വെൽക്കം ടു ടീം ആൻഡ്രൺ. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആർമി ഗ്രൂപ്പ് സി റാലിക്ക് പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർമി ഗ്രൂപ്പ് സിയെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന്. അതിനു മുന്നേ നമുക്ക് നോക്കാം എന്താണ് ആർമി ഗ്രൂപ്പ് സി റാലി എന്ന് പറയുന്നത്. ഓക്കെ, നോൺ ഗസറ്റഡ് ആയിട്ട് സിവിലിയൻ പോസ്റ്റിലേക്ക് വരുന്ന റിക്രൂട്ട്മെന്റ് ആണ് ആർമി ഗ്രൂപ്പ് സി റാലി എന്ന് പറയുന്നത്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് വേണം നിങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്ന്. ഫസ്റ്റ് വരുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സ് ആണ്. അതായത് 10th പ്ലസ് ടുവിന്റെ മാർക്ക് ഷീറ്റ്, അതേപോലെ സർട്ടിഫിക്കറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ITI, ഡിപ്ലോമ, ഡിഗ്രി ഇതുപോലെയുള്ള സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ പോസ്റ്റിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോസ്റ്റിലേക്കുള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റും കൊണ്ടുപോകാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റെക്കഗ്നൈസ്ഡ് ബോർഡിൻ്റെ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ആധാർ കാർഡാണ്. നിങ്ങളുടെ ആധാർ കാർഡ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ടിരിക്കേണ്ട ഒന്നാണ്, നിങ്ങളുടെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പാൻ കാർഡ്, വോട്ടർ ID, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് അടങ്ങുന്ന നിങ്ങളുടെ കാർഡ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ സ്ഥിരതാമസം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒറിജിനലും അതുപോലെ തന്നെ ഫോട്ടോ കോപ്പീസ് നിങ്ങൾ കൊണ്ടുപോകേണ്ടിയിരിക്കേണ്ട ഒന്നാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഡോക്യുമെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നിങ്ങളുടെ കാറ്റഗറി ആൻഡ് ക്യാരക്ടർ ഡോക്യുമെന്റ്സ്. ഇത് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. നിങ്ങൾ SC/ST, അതായത് നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. അതുപോലെ തന്നെ ഒന്നാണ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്, നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റും നിങ്ങൾ ഈ ഒരു റാലി അറ്റൻഡ് ചെയ്യുന്നതിന് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ അതർ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആണ്. നിങ്ങൾക്ക് മറ്റ് തരത്തിലുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റിലേക്കുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കൊണ്ടുപോയിരിക്കണം. അതുപോലെ തന്നെ NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളൊരു ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ടുപോയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, അത് നിങ്ങൾ റീസെന്റ് ആയിട്ട് എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. അതുപോലെ തന്നെ സിഗ്നേച്ചർ ആൻഡ് തമ്പ് ഇംപ്രഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങളുടെ വാലിഡ്, അതായത് ഒറിജിനൽ ആൻഡ് ഫോട്ടോ കോപ്പീസ്, ഇത് രണ്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. തീർച്ചയായിട്ടും ഒറിജിനലും അതുപോലെ തന്നെ ഫോട്ടോ കോപ്പീസും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഡബിൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം. ഈ ഒരു ഡേറ്റ്, അതായത് ഡേറ്റ് നിങ്ങൾ നന്നായിട്ട് നോക്കി വെക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ്സിന്റെ എല്ലാം എക്സ്പയർഡ് ആയ ഡോക്യുമെന്റ്സ് നിങ്ങൾ കൊണ്ടുപോകരുത്, അത് പുതുക്കി തന്നെ കൊണ്ടുപോകുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു റാലി അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ഡോക്യുമെന്റ്സ് ഇല്ലാതെ നിങ്ങൾ പോകരുത്. അതുപോലെ തന്നെ ആ ഒരു റിപ്പോർട്ടിൽ വന്ന ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണോ ആവശ്യം ആ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ നിങ്ങൾ കൊണ്ടുപോകുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കായിട്ട് നമ്മുടെ ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയിൽ TA റാലിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഫീ വരുന്നത് 2500 രൂപയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, അതേപോലെ വീക്ക്ലി 6 days ക്ലാസ് ഉണ്ട്, റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡഡ് സെക്ഷൻ. ലൈവ് ക്ലാസ്സസ് കാണാൻ കഴിയാത്തവർക്ക് നമ്മുടെ ആപ്പിൽ റെക്കോർഡഡ് സെക്ഷനായിട്ട് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് പേപ്പർ ആൻഡ് മോക്ക് ടെസ്റ്റ് ഉണ്ട്. മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു അഡ്മിഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഈ 2 നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കായിട്ട് നമ്മുടെ ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയിൽ പുതിയ 2 പ്ലാറ്റ്ഫോംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് നമ്മളുടെ ടെലഗ്രാം ചാനലാണ്. ആൻഡ്രൺ ആർമി നേവി SSC RRB അക്കാഡമി എന്നാണ് ടെലഗ്രാം ചാനലിൻ്റെ പേര്. ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ആർമി ഗ്രൂപ്പ് സിയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പ് ചാനലാണ്. ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ്. ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ്, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, അതുപോലെ തന്നെ മറ്റ് അപ്ഡേറ്റഡ് നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു
വീഡിയോയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഓഫീസ് നമ്പറാണ്. ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ എന്തായാലും മസ്റ്റായിട്ട് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നന്നായിട്ട് കരുതി വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.